ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രോഫറ്റ് ടാറോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? എന്താണ് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് നമുക്ക് നോക്കാം. എന്താണ് നിങ്ങൾ ഈ ഒരു ദിവസം അറിയേണ്ടതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വ്യക്തികളുടെ എനർജി ഇതിൽ കാണും. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുത്തതിന് ശേഷം തീരുമാനം എടുക്കുക. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് ആ സമയം മുതലായിരിക്കും വാലിഡ് ആവുന്നത്. ഓക്കെ, അതുപോലെ റെസനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. ഓക്കെ, എന്താണ് ഇന്നത്തെ ഗൈഡൻസ് നമുക്ക് നോക്കാം. എന്താണ് ടാരോ തരുന്ന ഗൈഡൻസ്? കറക്റ്റ് കാർഡ്സ്. ബി പോസിറ്റീവ് ആയിരിക്കൂ. Three of Cups, Ten of Pentacles, Eight of Swords, Knight of Swords, Temperance, Fool. ബോട്ടം ഡെക്ക് മജീഷ്യനാണ് വന്നിരിക്കുന്നത്. കാർഡുകളൊന്ന് അറേഞ്ച് ചെയ്യാം, റീഡിങ്ങിലേക്ക് പോകാം. വന്നിരിക്കുന്ന കാർഡുകൾ ത്രീ ഓഫ് കപ്സ്, ടെൻ ഓഫ് പെൻറ്റക്കിൾസ്, എയ്റ്റ് ഓഫ് സോർഡ്സ്, നൈറ്റ് ഓഫ് സോർഡ്സ്, ടെമ്പറൻസ്, ഫൂൾ. ബോട്ടം ഡെക്ക് മജീഷ്യനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ത്രീ ഓഫ് കപ്സ് ആണെങ്കിൽ നിങ്ങളിലേക്ക് ഒരു സെലിബ്രേഷൻ വരുന്നു എന്നുള്ളതാണ്. അതായത് വളരെയധികം നിങ്ങൾ എൻജോയ് ചെയ്യുന്നു, ചിൽഡ് ആവുന്നു. അതുപോലെ തന്നെ കുറേ നാളായിട്ട് മാറ്റിവെച്ച എൻജോയ്മെൻറ്റ് നിങ്ങളിലേക്ക് വരുന്നു. പിന്നെ ഫ്രണ്ട്ഷിപ്പ്, കൂട്ടായ്മ, പാർട്ടിയിൽ പങ്കെടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. എന്തായാലും എൻജോയ്മെൻറ്റ് തന്നെയാണ്. പിന്നെ ക്രിയേറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നതായിട്ടുള്ളൊരു എനർജി കൂടിയാണ്. പല കാര്യങ്ങളും ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് നിങ്ങളിലേക്ക് വരുന്നു. അതുപോലെ നിങ്ങൾ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലൊരു എനർജി, ഗ്രൂപ്പായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന തരത്തിലൊരു എനർജി. പിന്നെ ചിലപ്പോൾ കുറേ നാളായിട്ട് നിങ്ങൾ പോകാൻ ആഗ്രഹിച്ചൊരു സ്ഥലത്ത് നിങ്ങൾ പോകുന്നതായിരിക്കാം. പിന്നെ വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമായിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത്. നിങ്ങളുടെ അതേ വേവ് ലെങ്ത്തുള്ള വ്യക്തികളായിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ സന്തോഷത്തിലോ പങ്കെടുക്കുകയും ഒരു എൻജോയ്മെൻറ്റിലേക്കൊക്കെ വരുന്നൊരു എനർജിയാണ്. എൻജോയ്മെൻ്റാണ് ഇവിടെ കാണുന്നത്. പിന്നെ ചിലപ്പോൾ ചില കൊളാബറേഷൻസും ആയിരിക്കാം കേട്ടോ. നിങ്ങളിലേക്ക് ചില കൊളാബറേഷൻസ് വരുന്നു എന്നുള്ളതും കൂടിയാണ്. പിന്നെ പറഞ്ഞല്ലോ, ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള എനർജി, അതും കൂടിയാണ് ഇവിടെ ത്രീ ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസസ് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നതായിരിക്കാം. ജോലിസ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുന്ന സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് നിങ്ങൾ വേറെന്തെങ്കിലും നിങ്ങളുടെ പഴയ കൂട്ടുകാരത്ത് കൂടുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വളരെയധികം ഇൻറ്റിമസി തോന്നുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുന്ന തരത്തിലൊരു എനർജിയും കൂടിയാണ് ത്രീ ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ചൊരു പാർട്ടിയൊക്കെ കൂടുന്നതുമായിരിക്കാം. ഓക്കെ, അതാണ് ത്രീ ഓഫ് കപ്സ്. അടുത്ത ടെൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇവിടെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നു എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ പാരമ്പര്യമായിട്ടുള്ള സ്വത്തുക്കൾ അല്ലെങ്കിൽ ഷെയർ, പണം, ഇവയൊക്കെ നിങ്ങളിലേക്ക് കിട്ടുന്ന തരത്തിലൊരു എനർജിയാണ്. അതുപോലെ തന്നെ ചിലർക്കൊക്കെ ലോങ് ടേം ആയിട്ടുള്ള ഫിനാൻസ് ഭാവി തലമുറയ്ക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു കുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇതിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ്. ചിലപ്പോൾ ഡോക്യുമെൻറ്റ്സൊക്കെ തയ്യാറാക്കുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ്. പിന്നെ ചിലർക്കൊക്കെ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ട് നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള എനർജിയാണ്. അതുപോലെ തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് കിട്ടിയൊരു റിസൾട്ടായിരിക്കും ഇത്. ചിലർക്കൊക്കെ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്ന തരത്തിലുള്ളൊരു എനർജി കൂടിയാണ്. ചിലപ്പോൾ വിൽക്കുന്നതായിരിക്കാം, വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ള എനർജി. റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇത് പറയുന്നത്. പിന്നെ നിങ്ങൾ ഇപ്പോൾ ലോങ് ടേം ആയിട്ട് നിങ്ങൾക്ക് ഇൻകം തരുന്ന ഒരു കരിയർ നിങ്ങൾ ലീഡ് ചെയ്യുകയും അതിൽ നിങ്ങൾക്ക് അഭിവൃദ്ധി ലഭിക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ്. പിന്നെ ചിലപ്പോൾ ചിലർക്കൊക്കെ ഒരു ഫാമിലിയുമായിട്ടൊരു പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ്. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഒത്തിട്ട്
നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഫാമിലി പോലെ നിങ്ങൾ കരുതുന്ന വ്യക്തികളുമായിട്ട് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ വളരെയധികം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു നിലയിലെത്തുന്നു എന്നുള്ളതും കൂടിയാണ്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റാനും അവരെ പരിപാലിക്കാനും അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിക്കൊടുക്കാനും നിങ്ങൾക്ക് കഴിയുന്നു. അതിലേക്കുള്ളൊരു സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി വാങ്ങിക്കൊടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ്. അതുപോലെ തന്നെ പണം മാറ്റിവെക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന തരത്തിലുള്ള എനർജിയാണ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഈ ഒരു നിലയിലേക്ക് എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് പലരും നിങ്ങളെ ചൂഷണം ചെയ്യാൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ചിലരൊക്കെ എന്തെങ്കിലും പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്നോ അല്ലെങ്കിൽ വേറെ തരത്തിൽ ഇതിനെ ഇൻവെസ്റ്റ് ചെയ്യാം, ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ അതിനിങ്ങനെ പ്രോഫിറ്റ് ഇങ്ങനെ കിട്ടും അങ്ങനെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലും നിങ്ങളോട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്ന തരത്തിലൊരു എനർജി ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. കാരണം നിങ്ങൾ വളരെയധികം സ്ട്രഗിൾ ചെയ്ത് നേടിയിട്ടുള്ള ഒരു പണമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങളിൽ നിന്ന് ആ പണം വിട്ടുപോയാൽ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പണത്തിൻ്റെ ആ ഒരു എനർജി നിങ്ങളിൽ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളതിനെ നല്ല വ്യക്തതയോടുകൂടി എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തതയോടുകൂടി മാത്രം അതിനെ നിങ്ങൾ വേറൊരു കാര്യത്തിലേക്ക് കൊടുക്കുമ്പോഴായാലും നിക്ഷേപിക്കുമ്പോഴായാലും അത് വ്യക്തതയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങളുടെ ഫിനാൻസിൻ്റെ സോഴ്സ് എനിക്ക് ഇത്രയുണ്ട് അങ്ങനെയുണ്ട് എന്നുള്ളത് മറ്റുള്ളവരോട് കൂടുതലായിട്ടും ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളത് കൂടിയാണ്. നിങ്ങളുടെ സോഴ്സ് നിങ്ങളുടെ ഉള്ളിൽ കിടക്കട്ടെ. അത് കൂടുതലും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്നില്ല. എല്ലാവരും ഒരുപോലെയല്ല നിങ്ങളെ കാണുന്നുണ്ടാവുക. അതുകൊണ്ട് അത് അറിഞ്ഞുകൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് പുറത്ത് പോയിട്ട് ചിലപ്പോൾ പർച്ചേസിങ്ങും കാര്യങ്ങളോ അങ്ങനെയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതാണ് 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. പിന്നെ ചിലർക്കൊക്കെ ഇവിടെ വിൽപ്പത്രം തയ്യാറാക്കുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ് കേട്ടോ. നിങ്ങളുടെ മക്കൾക്കോ അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ ഇത് കൈമാറുന്ന തരത്തിലുള്ളൊരു എനർജി, അതിന് വിൽപ്പത്രം തയ്യാറാക്കുന്നു എന്നുള്ളതും കൂടിയാണ്. പിന്നെ ചിലരുടെയൊക്കെ റിട്ടയർമെൻറ്റിൻ്റെ ഒരു ഇതും കൂടെ കാണിക്കുന്നുണ്ട് ഇവിടെ. അതിനെയും കൂടി സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ്. പിന്നെ ചിലർക്കൊക്കെ ഒരു സൈക്കിളിൻ്റെ എൻഡായിട്ടാണ്, ഒരു സൈക്കിളിൻ്റെ എൻഡാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഒരു സൈക്കിളിൻ്റെ എൻഡ് ചെയ്തിട്ട് അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു എൻഡ് ചെയ്തതിൻ്റെ റിസൾട്ട് നിങ്ങളിലേക്ക് ലഭിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. അടുത്തത് 8 ഓഫ് സോർഡ്സ് ആണ്. ഇവിടെ കുറേ പേരൊക്കെ ഒരു ബ്ലോക്ക് എനർജിയിൽ നിൽക്കുന്നതായിട്ടും അതുപോലെ തന്നെ ചിലരെയൊക്കെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ചിലരൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും വാട്സപ്പിലായാലോ, ഇല്ലെങ്കിൽ അവരുമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതായിട്ട് ഒരു സ്റ്റക്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ 8 ഓഫ് സോർഡ്സിൻ്റെ എനർജി. പിന്നെ നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നിങ്ങൾ അതിനെ ആലോചിച്ച് പല കാര്യങ്ങളും നിങ്ങളുടെ യഥാർത്ഥ സെൽഫ് എന്താണെന്ന് മനസ്സിലാക്കാതെ അതിനെ നിങ്ങൾ ആലോചിക്കുന്നു, എനിക്ക് ഒന്നിനും പറ്റില്ല, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഞാൻ എല്ലാം ചെയ്താലും ഇങ്ങനെ തന്നെയാണ് മുന്നോട്ടേക്ക് എന്നുള്ള തരത്തിൽ നിങ്ങളെ തന്നെ തളച്ചിരുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ്. നിങ്ങൾ തന്നെ വിചാരിക്കുകയാണ്, എൻ്റെ കണ്ണിന് കെട്ടിയിട്ടുണ്ട്, എനിക്ക് മുന്നോട്ടൊന്നും കാണാൻ വയ്യ, എൻ്റെ കൈകൾ കെട്ടിയിട്ടിരിക്കുകയാണ്, കാലുകൾ കെട്ടിയിട്ടിരിക്കുകയാണ്, എനിക്ക് ചുറ്റിലും ഒന്നും ചെയ്യാനോ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കുന്നില്ല എന്നുള്ള തരത്തിൽ സ്വയം ചിന്തിച്ചിട്ട് വിഷമിക്കുന്ന ആൾക്കാരെ ഇവിടെ കാണുന്നുണ്ട്. ശരിക്കും അങ്ങനെയില്ല. നിങ്ങൾ വെറുതെ അത് ചിന്തിച്ചിട്ട് ആലോചിച്ച് വെറുതെ സ്വയം ഇരയാവുന്നത് മാത്രമാണ് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ തന്നെ ഒരു ജയിൽ സൃഷ്ടിക്കുക, എന്നിട്ട് അവിടെ ഇരിക്കുക. ഒരു ജയിൽ സൃഷ്ടിച്ചിട്ട് അവിടെ ഇരിക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഒരു വിക്ടിം മെൻറ്റാലിറ്റിയാണ് നിങ്ങൾക്ക്. നിങ്ങൾ തന്നെ നിങ്ങളെ ഒരു ഇരയായിട്ട് കാണുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചിലർക്കൊക്കെ ഒരു കേസ് പോലുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതും കൂടി പറയാനുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ട്സൊക്കെ നിങ്ങൾ കളയുക, അതിൽ നിന്ന് നിങ്ങൾ മാറുക. നിങ്ങൾ എന്താണോ
അതിനെ തിരിച്ചറിയാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരുപാട് കഴിവുള്ള വ്യക്തികളാണ്. ഇവിടെയുള്ള ഓരോ വ്യക്തികളും ഒരുപാട് കഴിവുകൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അതിനെ തിരിച്ചറിയുക. ആരും വന്നിട്ട് കെട്ടഴിച്ച് തരും എന്ന് വിചാരിച്ചിട്ട് നിൽക്കണ്ട. നിങ്ങൾ തന്നെ മുന്നോട്ടേക്ക് പുഷ് ചെയ്ത് നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സെൽഫ് സഫിഷ്യൻ്റ് ആവുക എന്നുള്ളതാണ് പറയാനുള്ളത്. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയേ ചെയ്യുള്ളൂ. നിങ്ങളെ ഒരു നെഗറ്റീവ് എനർജിയിലേക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകളിലേക്ക് ഈ വെറുതെ ഇരുന്ന് ആലോചിക്കുന്നതാണ് നിങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ സ്വന്തം കഴിവുകൾ എന്താണെന്ന് മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്തിട്ട് ഈ സ്വന്തം കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിയുക. അതിന് വേണ്ടി, ആ പാഷന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു സക്സസ്സിലേക്ക് തന്നെ എത്തും എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ പലരെയും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന തരത്തിലുള്ള എനർജി അങ്ങനെ ബ്ലോക്ക്ഡ് ആകുമ്പോൾ നിങ്ങളും ഒരു ബ്ലോക്കേജിൽ പെട്ട് കിടക്കുകയാണ് എന്നുള്ള ഇതുകൂടിയാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു ബ്ലോക്ക് എനർജിയെ മാറ്റുക. യൂണിവേഴ്സുമായിട്ട് കൂടുതൽ അലൈൻഡ് ആയിട്ട് നിൽക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുക. അലസമായി അല്ലെങ്കിൽ വെറുതെ ഇരിക്കാതെ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുക. വെറുതെ ഇരിക്കുന്ന ദേഹത്താണ് ഈ മടിയനായിട്ടുള്ള ആൾക്കാരുടെ മേത്താണ് എന്താണ് ചെകുത്താനൊക്കെ കയറി വരുന്നത്, ഡബിൾ എനർജിയൊക്കെ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഡബിളിനൊന്നും പിടിയെടുക്കണ്ട. എന്ത് ചെയ്യുക, നിങ്ങൾ എന്തെങ്കിലുമായിട്ട് എക്സസൈസ് ചെയ്യുക, നടക്കുക, എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് നട്ടുപിടിപ്പിക്കുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, വരക്കാം, നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ ഈ മണ്ഡല ആർട്ട് അങ്ങനെയുള്ള ആർട്ട് ഫോംസൊക്കെ നിങ്ങൾക്ക് ചെയ്യുക. ഒരു മെൻ്റലി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പല കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് കെയർ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങളാണുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. അതാണ് 8 ഓഫ് സോർട്സിൻ്റെ എനർജിയോട് പറയുന്നത്. അടുത്തത് നൈറ്റ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വളരെ അംബീഷ്യസൊക്കെ ആയിരിക്കും, എല്ലാത്തിലും ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് പല കാര്യങ്ങളും ആവേശത്തോടെ ചെയ്യുന്നൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ സക്സസ്സിലേക്ക് ആയിരിക്കും നിങ്ങൾ കുതിക്കുന്നുണ്ടാവുക, അതൊക്കെ ഉണ്ട്. എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ആർഗ്യുമെൻറ്റിലൊക്കെ പെടാനും മറ്റുള്ളവരെ കുറ്റം പറയാനും ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർ കുറ്റം പറയുന്നത് കേൾക്കാനും ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുറ്റം പറയാനും പോണ്ട, നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക, അതിലേക്ക് മുന്നോട്ടേക്ക് നീങ്ങുക എന്നുള്ളതും കൂടെയാണ് ഇവിടെ പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും നിങ്ങൾക്ക് വേഗത കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വേഗത നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആ ഒരു വേഗത സ്ലോ ഡൗൺ ചെയ്യുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ്. എന്താണ് ഒരു ക്ലാരിറ്റി നിങ്ങളിലേക്ക് കൊണ്ടുവരാനാണ് ഇവിടെ പറയുന്നത്. ക്ലാരിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക, ആ ഒരു വേഗത എന്നുള്ളത്. പിന്നെ ചിലർക്കൊക്കെ പാസ്റ്റിൽ നിന്നൊരു വ്യക്തി തിരിച്ച് വരുന്നതായിരിക്കാം, നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അത് പെട്ടെന്ന് വന്നിട്ട് പോകുന്ന ഒരു എനർജി ആയിരിക്കാം. അങ്ങനെ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു വ്യക്തി വന്ന് വേഗം തന്നെ പോവുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി വരാൻ സാധ്യതയുണ്ട് റിലേഷൻഷിപ്പുള്ളവർക്കൊക്കെ. അപ്പോൾ ഇതാണ്. പിന്നെ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ കുതിച്ച് പായുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു വേഗത കുറയ്ക്കേണ്ടതുണ്ട്. ഓക്കെ, ഇതാണ് പറയുന്നത്. അടുത്തത് ടെമ്പറൻസ് ആണ്. ഇവിടെ ടെമ്പറൻസ് പറയുന്ന ഒരു ബാലൻസ് ആണ് നിങ്ങളിലേക്ക് വരേണ്ടത് എന്നുള്ളതാണ്. ബാലൻസ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളുടെ മെൻ്റലി ആൻഡ് ഫിസിക്കലി ആയിട്ടുള്ള കാര്യങ്ങളായാലും എല്ലാത്തിലും ഒരു ബാലൻസ് കൊണ്ടുവരിക. അതുപോലെ തന്നെ സ്പിരിച്വലി ഉള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ഐക്യത്തോടുകൂടി ക്ഷമയോടുകൂടിയും ഇന്ന് മുന്നോട്ടേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഈ ബാലൻസിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ബാലൻസിൽ എത്താത്തവർ അതിലേക്ക് ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ബാലൻസിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് വ്യക്തികളെയും ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുകയും അതിലേക്ക് നിങ്ങൾ പോകുന്ന തരത്തിലൊരു എനർജിയാണ്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ചിലർക്കൊക്കെ
പല കാര്യങ്ങളും റിപ്പീറ്റഡ്ലി റിലേഷൻഷിപ്പിലായാലും പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു ലൂപ്പിൽ കിടന്ന് കറങ്ങുന്ന പോലുള്ളൊരു അവസ്ഥയൊക്കെ തോന്നിയിട്ടുണ്ടാവും. എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് ഒരു തവണ നിങ്ങളിലേക്ക് ഒരു കാര്യം വരുന്നത്, ചിലപ്പോൾ ഹെൽത്തിലായിരിക്കാം. നിങ്ങൾ നല്ലൊരു പീക്കിൽ പോയിന്റിൽ എത്തുമ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരുന്നു, നിങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു പുതിയൊരു കാര്യം, വീണ്ടും അത് തന്നെയാണ് അവസ്ഥ. അതിപ്പോൾ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾ അത്രയധികം ആത്മാർത്ഥമായിട്ട് പലരെയും സ്നേഹിക്കുകയും പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളുടേതല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് ആ റിലേഷൻഷിപ്പ് എന്തായിട്ടുണ്ടാവും, ബ്രേക്ക് ആയി പോയിട്ടുണ്ടാവും. വീണ്ടും അതുപോലെയുള്ള വ്യക്തികൾ വരുന്നു, വീണ്ടും അത് ബ്രേക്ക് ആവുന്നു. അപ്പം ഇങ്ങനെ ഒരു ലൂപ്പിൽ കിടന്നിട്ട് കറങ്ങുന്ന പോലുള്ളൊരു എനർജിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള. അപ്പോൾ അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതിൻ്റെ യാഥാർത്ഥ്യം, അതിലേക്കൊരു ബാലൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. നിങ്ങളതിനെ മനസ്സിലാക്കുക. സ്പിരിച്വലി ആയാലും മെൻ്റലി ആയാലും എല്ലാത്തിലും ഒരു ബാലൻസ് നിങ്ങളിലേക്ക് കൊണ്ടുവരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അതാണ് ടെമ്പറൻസിൻ്റെ എനർജി എന്ന് പറയുന്നത്. നിങ്ങൾ അതിനെ എന്ത് ചെയ്യണം, വളരെയധികം പേഷ്യൻ്റായിട്ടും ഐക്യത്തോടു കൂടിയും നിങ്ങൾ പെരുമാറണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലേക്കും ഒരു തുടക്കം, അത് തന്നെയാണ് ഫൂളും പറയുന്നത്. ഫൂള് എന്നുള്ള കാർഡ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് റിസ്ക് എടുത്തിട്ടും നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ഒരുങ്ങുന്ന തരത്തിലൊരു എനർജിയാണ്. അതായത് നിങ്ങളുടെ പാഷനെ തിരിച്ചറിഞ്ഞ് അതിലേക്ക് പോകാനുള്ള ഒരു എനർജിയാണ് ഇവിടെ ഫൂൾ എന്നുള്ള ഇത്. നിങ്ങൾക്ക് എന്ത് തന്നെയായാലും മുന്നോട്ടേക്ക് പോകണം നിങ്ങൾ തന്നെ തീരുമാനിക്കുകയും അതിലുറച്ചു നിൽക്കുകയും മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്ന ഒരു ഇതാണ് ഇവിടെ കാണുന്നത് എനർജി. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, പുതിയ ഐഡിയാസ്, പുതിയ സംരംഭങ്ങൾ, പുതിയ ബിസിനസ് എല്ലാം ഒരു പുതുമ നിങ്ങളിലേക്ക് വരുന്ന തരത്തിലൊരു എനർജി കൂടിയാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഒരു പുതുമ ഫീൽ ചെയ്യുന്ന തരത്തിലൊരു എനർജിയാണെന്ന്. പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. പുതുതായിട്ട് എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ പ്ലാനിങ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഡെപ്പോസിറ്റൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ആപ്റ്റായിട്ടുള്ള സമയമാണിത്. അതുപോലെ തന്നെ പറഞ്ഞല്ലോ, പുതിയ കോഴ്സൊക്കെ നോക്കുന്നവർക്ക് ഒരു തുടക്കമാണ് നിങ്ങളിലേക്ക് വരുന്നത്. പുതിയൊരു കോഴ്സിലേക്ക് നിങ്ങൾ തുടങ്ങാനുള്ള, പുതിയ കോഴ്സ് തുടങ്ങാനോ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ പാഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈഫിൽ ഒരു നല്ലൊരു ഹെൽത്ത് പരമായിട്ട് ഡയറ്റ്, അതുപോലെ തന്നെ ജിമ്മ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തുടങ്ങാൻ തീരുമാനിക്കുന്ന തരത്തിലൊരു എനർജിയാണ്. എനിക്കിന്നത് തുടങ്ങണം, എനിക്ക് നല്ല രീതിയിൽ പോകണം എന്നുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ പറയുന്നത്. എല്ലാത്തിലും ഒരു പുതുമ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഒരു വിവാഹ നിശ്ചയം, പുതിയൊരു പ്രപ്പോസൽ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു വിവാഹ നിശ്ചയം. അതുപോലെ ചിലർക്കൊക്കെ ഒരു പ്രഗ്നൻസി, പിന്നെ പ്രണയത്തിൻ്റെ തുടക്കം, പുതിയ സൗഹൃദം, പുതിയ ആളുകളെ കണ്ടുമുട്ടുക. അതുപോലെ തന്നെ പുതിയ കാഴ്ചപ്പാട് നിങ്ങളിലേക്ക് വരുന്നു, എല്ലാത്തിനെക്കുറിച്ചും ഒരു പുതിയ കാഴ്ചപ്പാട് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, പുതുതായിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. നിങ്ങൾ വിചാരിക്കുകയാണ് ഇങ്ങനെ പോയാൽ പോരാ, എനിക്ക് ആരോഗ്യ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്ന് വെച്ചിട്ട് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ റിസ്ക് എടുത്തുകൊണ്ട് തുടങ്ങുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ എന്താണ് ജിമ്മിൽ പോകുന്നത്, അല്ലെങ്കിൽ യോഗ ചെയ്യാൻ തീരുമാനിക്കുന്നു, നടക്കാൻ തീരുമാനിക്കുന്നു, നടത്തം പ്രാക്ടീസ് ചെയ്യാൻ എന്താണ്. പിന്നെ ചിലർക്കൊക്കെ ഒരു വിശ്രമം നിങ്ങൾക്ക് വേണ്ട ആവശ്യം നിങ്ങളിലേക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ് ഇവിടെ ഫൂളിൻ്റെ എനർജി പറയുന്നത്. എന്തായാലും നിങ്ങളിലേക്കൊരു തുടക്കമാണ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ ഫൂൾ കാർഡ് പറയുന്നത്. മജീഷ്യനാണ് ബോട്ടം ഡക്ക് വന്നിരിക്കുന്നത്. ഇവിടെ മജീഷ്യൻ പറയുന്നത് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ പവർ നിങ്ങളിലേക്ക് വരുന്നു. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും അതൊക്കെ നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ മജീഷ്യൻ്റെ കാർഡ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് കരിയറിലും ഇവിടെ ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി, പുതിയ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ശമ്പളത്തിൽ വർധനവ്, ചിലർക്കൊക്കെ ഒരു തൊഴിൽ മാറ്റം, അതുപോലെ തന്നെ നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള സമയമാണ് ഇപ്പോൾ എന്ന് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ കഴിവുകളും സാധ്യതകളും ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ലൊരു സമ്പാദ്യശീലം നിങ്ങളിലേക്ക് വരുന്നു. അതിന് നിങ്ങൾക്കുള്ള കഴിവുണ്ട് എന്നുള്ളതും കൂടിയാണ്. അതുപോലെ തന്നെ പണം, നിങ്ങളുടെ സാധ്യതകൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ലാഭിക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ്. പിന്നെ നല്ല ബന്ധങ്ങളെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, പണത്തെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാനുള്ള ഒരു പ്രത്യേക ഒരു മാജിക്കൽ പവർ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് മാനിഫെസ്റ്റേഷനൊക്കെ നടത്തുന്നവർക്ക് കൃത്യമായിട്ട് എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യത്തോടു കൂടി മാത്രം മാനിഫെസ്റ്റ് ചെയ്യുക. എന്നിലേക്ക് ഇത് വരേണ്ട ആവശ്യമുണ്ടോ,
എന്നുള്ളത് ആലോചിക്കുക. അതൊരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, പണമായിക്കോട്ടെ, എന്തായാലും നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം മാനിഫെസ്റ്റ് ചെയ്യുക. കാരണം ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിലേക്ക് എത്താനുള്ള എനർജി വളരെ ഹൈ ആയി നിൽക്കുകയാണ്, മജീഷ്യൻ്റെ എനർജി ആയതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, വ്യക്തത എല്ലാത്തിലും വേണം. പിന്നെ ചിലർക്കൊക്കെ നിങ്ങൾക്ക് പലരെയും ഒരു എന്താ പറയുക, പല കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു എനർജി കൂടിയാണ്. അപ്പോൾ മാനിപ്പുലേഷന് നിൽക്കണ്ട എന്നാണ് പറയാനുള്ളത്. കൂടുതലായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യണ്ട, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാനോ പറയാനോ ഒന്നും പോകണ്ട. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് വേണ്ട കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു റിസോഴ്സ്, നിങ്ങളിലേക്കുള്ള റിസോഴ്സുകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. വളരെയധികം വിൽ പവർ ഉള്ളൊരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തോന്നും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പിരിച്വലി ആയിട്ടും മെൻ്റലി ആയിട്ടും നിങ്ങളിലേക്ക് ആ ഒരു എനർജി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. കാരണം മജീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നിന്നുള്ള ആ ഒരു സ്പിരിച്വൽ വേൾഡിൽ നിന്നും അതുപോലെ തന്നെ ആക്ച്വൽ വേൾഡിൽ നിന്നും നമ്മളുടെ റിയാലിറ്റിയിൽ നിന്നും എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ്. അതാണ് മാനിഫെസ്റ്റേഷൻ വർക്കാവും എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ആർഗ്യുമെൻ്റ് പറഞ്ഞല്ലോ, അപ്പോൾ ആർഗ്യുമെൻ്റ് ഉണ്ടാവാനുള്ള ചാൻസും കൂടി ഉണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇൻഫിനിറ്റായിട്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് കൂടിയാണ്. ഒരുപാട്, അതായത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് മജീഷ്യൻ്റെ എനർജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൺ ഗാർഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് നല്ലൊരു എൻലൈറ്റ്മെൻറ്റും എല്ലാത്തിലും നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം, അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനും ഒരു ഹീലിംഗ് ഒക്കെയാണ് വരുന്നത്. നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെയാണ് വരുന്നത്. എല്ലാത്തിലും ഒരു ഫ്രഷ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, എൻലൈറ്റഡ് ആയിട്ട് തോന്നും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും വിട്ടുപോകുന്ന തരത്തിലൊരു എനർജി കൂടിയാണ്. നിങ്ങൾക്ക് അതൊക്കെ വിട്ടുപോയിട്ട് നിങ്ങൾ ഒരു ആളായിട്ട് മാറുന്ന തരത്തിലൊരു എനർജി കൂടിയാണ്. ഫുള്ളി ഫ്രഷായിട്ട് നിങ്ങൾക്ക് തോന്നും എന്നുള്ളതാണ്. ഒരു റിഫ്രഷ്മെൻറ്റ് തോന്നുന്നു എന്നുള്ളതാണ്. എനർജറ്റിക് ആയിട്ട് തോന്നുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ. ഒരു സക്സസ്, ഇതൊക്കെയാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇതിൽ എല്ലാ പോസിറ്റീവായിട്ടുള്ള എനർജിയും നിങ്ങളിലേക്ക് എത്തട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അബണ്ടൻസ്, അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാത്തിലും ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാത്തിനെയും ബാലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. അതുപോലെ ഇവിടെ നിങ്ങൾ ആ ഒരു വിക്ടിം മെൻറ്റാലിറ്റി ഒഴിവാക്കുക, കൂടുതൽ മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ആർഗ്യുമെൻറ്റിലൊന്നും പെടാതിരിക്കുക. ഏഞ്ചൽസ് എന്താണ് പറയുന്നത്? മാനിഫെസ്റ്റ് ചെയ്യുന്നവർ വളരെയധികം കറക്റ്റായിട്ട് ചെയ്യുക കേട്ടോ. മാനിഫെസ്റ്റേഷൻ കറക്റ്റാകുന്ന സമയമാണ്. ഏഞ്ചൽസിന് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. ഇൻ ദ നിയർ ഫ്യൂച്ചർ. ഓക്കെ, എന്താണോ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അതിനുള്ള ആൻസർ ഇൻ ദ നിയർ ഫ്യൂച്ചർ, അടുത്ത് തന്നെ സംഭവിക്കുന്നു. നല്ലൊരു കാര്യം നിങ്ങളിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. യെസ്, ഒരു യെസ് എന്നുള്ള ആൻസർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. യെസ്. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് എന്ത് ചെയ്യുന്നു, ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറായിട്ട് നടത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വീണ്ടും എസ് ആണ് വരുന്നത്. അതുപോലെ ഇന്നലെ കഴിഞ്ഞൊരു റീഡിങ്ങിൽ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു, പൈസ കിട്ടി, അബണ്ടൻസ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അബണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കോടികൾ അങ്ങനെയല്ല പറയുന്നത്, നമ്മളിലേക്ക് പണം എത്താൻ തുടങ്ങുന്നു, പണം എത്തുന്നു എന്നുള്ളത് കൂടി തന്നെയാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ചിട്ടി ലഭിച്ചു, പണം ലഭിച്ചു, അപ്രതീക്ഷിതമായിട്ട് പൈസ എന്നിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മെസ്സേജ് അയച്ച എല്ലാവർക്കും നന്ദി. അപ്പോൾ എല്ലാവരിലേക്കും എല്ലാ പോസിറ്റീവ്സ് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. റിലീജിയസ് ഫാക്ടേഴ്സ്. യുവർ ലവ് ലൈഫ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ യുവർ റിലീജിയസ് അപ്ബ്രിങ്ങിങ് ആൻഡ് സ്പിരിച്വൽ പാത്ത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലവ് ലൈഫിനെ റിലീജിയസ് ആയിട്ടുള്ള പല ഫാക്ടേഴ്സും എഫക്റ്റ് ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ,
അതിനെ മുന്നോട്ടേക്ക് നയിക്കുന്നതിൽ നിന്നും, അതുപോലെ തന്നെ സ്പിരിച്വൽ പാത്തിലുള്ള കണക്ഷൻസും നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു ലവ് ലൈഫിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സാണെന്ന് പറയുന്നത്. ഫിനാൻസസ് ആൻഡ് കരിയർ. ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആർ എ ഫാക്ടർ ഇൻ യുവർ ലവ് ലൈഫ് റൈറ്റ് നൗ. അപ്പോൾ ഫിനാൻഷ്യലി ഉള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ലവ് ലൈഫിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് പറയുന്നത്. ദിസ് കുഡ് ബി ദ വൺ. യു ഹാവ് ഓൾറെഡി മെറ്റ് ദി റൊമാൻറ്റിക് പാർട്ട്ണർ യു സീക്ക്. അപ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്ന തരത്തിലുള്ള ഒരു റൊമാൻറ്റിക് പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ആ ഒരു വ്യക്തിയെ ഓൾറെഡി നിങ്ങൾ മെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ഒരു വ്യക്തിയായിരിക്കും അത്. അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടോ? മേക്ക് ദി എഫേർട്ട്. ഗ്രേറ്റ് ലവ് ഈസ് വർത്ത് ടേക്കിംഗ് ദി സ്റ്റെപ്സ് യു ആർ ഗൈഡഡ് ടു ടേക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് എഫേർട്ട് എടുക്കാനാണ് പറയുന്നത്. നിങ്ങൾ അതിനുള്ള സ്റ്റെപ്പ് എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. ഇതിൻ്റെ വർത്ത് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇതാണ് ഇന്നത്തെ റീഡിംഗ്. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക. പിന്നെ നല്ലൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, be positive. Thank you for watching. Have a nice day.